ഇത്രയും ശ്രേഷ്ഠമായ ഒരു വേദിയിൽ ഇരിക്കാൻ ഭാഗ്യം കിട്ടിയതിന് വലിയ സന്തോഷം. ഭഗവാന് നന്ദി അർപ്പിക്കുകയാണ്. ഇപ്പം ടീച്ചർ പറഞ്ഞൊരു കാര്യം ഞാനിങ്ങനെ ഓർക്കായിരുന്നു. ജലം ബാഷ്പമായിട്ട് ആകാശത്തേക്ക് പോകുന്നു. അത് ഏത് ജലമായാലും, മലിനമായി കിടക്കുന്ന ഒരു തടാകത്തിലെ ജലമായാലും, ഒരു തോട്ടിലെ ജലമായാലും, കുളത്തിലെ ജലമായാലും, സമുദ്രത്തിലെ ജലമായാലും, ജലം ബാഷ്പീകരിക്കപ്പെട്ടിട്ട് മുകളിലെത്തിയിട്ട് മേഘമായിട്ട് പിന്നീട് വരുന്ന ജലം ശുദ്ധജലമാണ്. ഒരു പരിശുദ്ധി അവിടെ ഉണ്ട്, അതിനൊരു ശക്തിയുമുണ്ട്. ആ ശക്തിയാണ് ടീച്ചർ പറഞ്ഞ അന്നമായിട്ട് മാറുന്നത്. ഒരു യഥാർത്ഥ വിദ്യാഭ്യാസം ഇതേ പ്രോസസ്സ് തന്നെയാണ്. കുട്ടികളായിക്കോട്ടെ, ഒരു ശക്തിയുള്ള പരിശുദ്ധിയുള്ള ഒരു വ്യക്തിയെയാണ് യഥാർത്ഥ വിദ്യാഭ്യാസത്തിലൂടെ ഉയർത്തി കൊണ്ടുവരേണ്ടത്. അങ്ങനെയുള്ളൊരു സിസ്റ്റമാണ് ഭാരതീയ ദർശനങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാനും കഴിയാം. 3 തലത്തിലുള്ള വളർച്ച അവിടെ സൂചിപ്പിക്കാറുണ്ട്. ഒന്ന് ആ ബോധതലമാണ്, രണ്ടാമത്തെ ഭാവതലം, മൂന്നാമത്തേതാണ് കർമ്മതലം. ഈ 3 തലത്തിലും വളരുമ്പോൾ മാത്രമാണ് ഒരു അറിവ് നേടുന്നൊരു വിദ്യാർത്ഥി സമൂഹത്തിലും കുടുംബത്തിലും രാജ്യത്തിലും ടീച്ചർ പറഞ്ഞ പോലെ ഏറ്റവും പോസിറ്റീവായിട്ട്, പ്രൊഡക്റ്റീവായിട്ട്, ഉപകാരപ്രദമായിട്ട് കൊടുക്കുകയുള്ളൂ. അതില്ലെങ്കിൽ നമ്മളിന്ന് ചുറ്റുപാടും കാണുന്ന ഒരുപാട് പ്രശ്നങ്ങളിലേക്കും അത് എത്തുന്നുണ്ട്. അപ്പോൾ ഈ ബോധതലത്തിൻ്റെ ഞാൻ പല സ്കൂളുകളിലും സന്ദർശിക്കാറുണ്ട്. പല സെലിബ്രേഷൻ ടൈമിലും, ഒന്നല്ലെങ്കിൽ ഓണാഘോഷം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇവരുടെ SLC ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ അവർക്ക് ചില കലാപരിപാടികളിലൊക്കെ ഏർപ്പെടാറുണ്ട്. അവരുടേതല്ലാത്ത 10ാം ക്ലാസ് ആണെങ്കിൽ 9ാം ക്ലാസ് വരെയായിട്ട്, അല്ലെങ്കിൽ +1 +2 അവർ വല്ലാത്ത, നമ്മളൊന്നും ചിന്തിക്കാൻ പോലും കരുതാത്ത തലത്തിലൊക്കെ യുദ്ധം ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു ബോധതലത്തിന്റെ ഒരു അറിവില്ലായ്മയാണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത്. ഒരു മിഥ്യാബോധത്തിൽ ഞാൻ വേറൊരു വ്യക്തിയാണ്, ഞാൻ വേറൊരു രീതിയാണ്, ഓപ്പോസിറ്റ് ഉള്ള ആളുകൾ, അത് വേറെ ക്ലാസ്സിലാകാം, വേറെ മതത്തിലാകാം, വേറെ സമൂഹത്തിലാകാം, വേറെ നിറമാകാം, അവനെല്ലാം എൻ്റെ ശത്രുവാണ്, ഞാൻ അവനോട് യുദ്ധം ചെയ്യാനുള്ള എന്നുള്ളൊരു ബോധം അറിയാതെ വരുന്നുണ്ട്. ഒരേ ഒരു പ്രപഞ്ച ചൈതന്യത്തിന്റെ സൃഷ്ടികളാണ് നാം എന്ന് മറന്നു പോകുന്നൊരു തലമാണത്. ആ മിഥ്യാബോധത്തിൽ കിടക്കുമ്പോൾ അറിയാതെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അറിയാതെ കുട്ടികളിലും മുതിർന്നവരിലും വരുന്നുണ്ട്. രണ്ടാമത്തേതാണ് ആ ഭാവതലം. അതിലും നമ്മൾ പറയാറുണ്ട്, മൃഗഭാവമുണ്ട്, അസുരഭാവമുണ്ട്, ദേവഭാവമുണ്ട്. ഇന്ന് കുട്ടികൾ ഒരുപാട് ഡിഗ്രിയും ഈവൻ അതിനുശേഷം ജോലി നേടുന്ന വ്യക്തിയും യഥാർത്ഥത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ സംതൃപ്തിയും ആനന്ദമൊക്കെ അനുഭവിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ, ഇങ്ങനെ ഒരു 5-8 കൊല്ലമായിട്ട് ഇങ്ങനെ കൗൺസിലിങ്ങും ആളുകൾ ഇടപഴകുന്നതും കാണുമ്പോൾ അതിന് അത്ര ഒരു മികച്ച ഉത്തരം കിട്ടാറില്ല. കാരണം നമ്മളെല്ലാം നേടാൻ മാത്രമാണ് പഠിപ്പിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ളൂ. കിട്ടേണ്ട കുറെ അറിവുകളൊക്കെ വിട്ടുപോയപ്പോൾ അറിയാതെ ഈ മൃഗഭാവമൊക്കെ കൂടുന്നുണ്ട്. മറ്റുള്ളവരെ നമ്മളുടെ അധികാരവും ശക്തിയൊക്കെ ഉപയോഗിച്ചിട്ട് വേദനിപ്പിക്കാനുള്ള ഒരു പരദ്രോഹ പ്രവണത അത് നമ്മൾ കാണുന്ന സിനിമകളിലും എല്ലാം അത് സൊസൈറ്റിയുടെ ഒരു ഭാഗമായിട്ട് കൂടുതൽ കാണുമ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു ശീലം അറിയാതെ ചെറിയ കുട്ടികളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അവർ കാണുന്ന സിനിമയുടെ അതേ രീതി അവർ വീട്ടിൽ അവരുടെ സഹോദരങ്ങളോടും ചെയ്യുന്നുണ്ട്. ഈവൻ ഞാൻ തൃശ്ശൂർ തന്നെ ഒരു സ്ഥാപനത്തിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ക്ലാസ്സിന് ശേഷം 3 കുട്ടികളെ പ്രിൻസിപ്പൾ റൂമിലേക്ക് കൊണ്ടുപോയി. കാരണം അവരുടെ കയ്യിൽ ചെറിയ പണ്ട് ഈ റേഷൻ കടയിലൊക്കെ ചാക്ക് തിന്നാൻ ഉപയോഗിക്കുന്ന ഒരു ഇതില്ലേ, അതേ രീതിയിലുള്ള 3 ആയുധം, ഈ 3 ആയുധം വെച്ചിട്ടാണ് 3 പിള്ളേർ ക്ലാസ്സിലേക്ക് വന്നത്. മറ്റുള്ളവരെ ഈ സിനിമകളിലും ഇതിലൊക്കെ കാണുന്ന പോലെ വേദനിപ്പിക്കാനുള്ള ഒരു പ്രവണത കൂടുന്നുണ്ട്. അപ്പൊ ആ മൃഗഭാവം അറിയാതെ എങ്ങനെയോ നമ്മുടെ സൊസൈറ്റിയിൽ കൂടിക്കൂടി വരുന്നു, കാണുന്നു. പിന്നീട് നമ്മൾ ശരിക്കും മനുഷ്യൻ പ്രൊഡക്റ്റീവ് ആവാനും ആനന്ദത്തിലേക്കൊക്കെ പോകാനും അത് അനുഭവിക്കാനും വേണ്ട ഒരു ഭാവമാണ് ദേവഭാവം. ദേവഭാവത്തിനുള്ള ഏക മാർഗം പരോപകാരമാണ്. അപ്പൊ അതിനുള്ള അവസരം ഏത് മനുഷ്യനും കുട്ടിക്കാലം മുതലേ സേവയായിക്കോട്ടെ, ഇങ്ങനെയുള്ള പ്രോഗ്രാം ആയിക്കോട്ടെ, നമ്മൾ പഠിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ച് ഇങ്ങനെയുള്ളൊരു പ്രോഗ്രാം ആയിക്കോട്ടെ, ഒന്ന് ഭക്ഷണം വിളമ്പാൻ പണ്ട് കാലത്ത് നമ്മൾ നാട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഭക്ഷണം വിളമ്പുന്നതൊക്കെ ഉത്സാഹത്തോടെ കുട്ടികളായിരുന്നു. ഇന്നിപ്പോൾ
അതൊക്കെ മോശമായിട്ട് എന്തോ മറ്റുള്ളവരെ സഹായിക്കുന്നത് മോശമായിട്ട് തുടങ്ങിയപ്പോൾ അതിനുള്ള അവസരം നമ്മൾ സൃഷ്ടിക്കാത്തത് കൊണ്ടാണോ കുട്ടികൾക്ക് കിട്ടാത്തത് കൊണ്ടാണോ അറിയില്ല, ആ ഒരു ഭാവം അനുഭവിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് ഡിപ്രഷനിലേക്കും ഇതിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പം ഈ 3 ഭാവത്തിലും ഒരു നല്ല ഉയർച്ച നേടുന്ന വ്യക്തിക്ക് വല്ലാത്തൊരു ആനന്ദത്തോടെ ആത്മവിശ്വാസത്തോടെ ഒരു ദൈവഭയത്തിൽ ഒരു യഥാർത്ഥ ദൈവവിശ്വാസം മനസ്സിലാക്കിയിട്ട് അവൻ്റെ കുടുംബത്തിനെയും ചുറ്റുമുള്ള ആളുകളെയും ചുറ്റും വേദനിക്കുന്ന ആളുകൾക്കും സഹായം ആവശ്യമുള്ള ആളുകൾക്കും ഏറ്റവും മികച്ച രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനും അവരെ സഹായിക്കാനും ഏറ്റവും മികച്ച പൗരനായിട്ട് രാജ്യത്തിനെ സേവിക്കാനും കഴിയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊന്നും കൂടി ചിന്തിക്കണം. എങ്ങനെ ഈ നമ്മൾ എഡ്യൂക്കേഷൻ്റെ കൂടെ തന്നെ നമ്മളുടെ നഷ്ടപ്പെട്ടു പോയ ഭാരതീയ ദർശനങ്ങളുടെ ആ മൂല്യം കുട്ടികൾക്ക് കൊടുക്കാനുള്ള അവസരങ്ങൾ കൂടി വരികയാണെങ്കിൽ ടീച്ചർ പറഞ്ഞ പോലെ നല്ലൊരു ചിന്തയായിരിക്കും, സമൂഹത്തിന് കൊടുക്കാൻ പറ്റിയൊരു നല്ലൊരു ചിന്തയായിരിക്കും അത്.